ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവം തൻ്റെ വാഗ്ദാനം നിറവേറ്റാൻ ഇനി വൈകുകയില്ല. നിന്റെ ശത്രുവിനേക്കാൾ കർത്താവ് നിന്നെ കരുത്തുറ്റവളാക്കും. അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് നിന്നിൽ പ്രവർത്തിക്കുന്നതിന് ഈശോയുടെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഈ സങ്കീർത്തനത്തിൻ്റെ ശക്തിയാൽ നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ കർത്താവ് ഇടപെട്ട് നിന്നെ ആശീർവദിക്കും. ഏറ്റവും ആവശ്യമായ 5 നിയോഗം സമർപ്പിച്ച് ഈ സങ്കീർത്തനത്തിനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ നിങ്ങൾ കാണുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്ത് അനേകരെ ദൈവമാർഗത്തിലേക്ക് എത്തിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ചെയ്യുന്ന സകല നന്മ പ്രവൃത്തികൾക്കും കോടാനുകോടി പ്രതിഫലം ദൈവത്തിൽ നിന്നും ലഭിക്കും. അതിനാൽ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുക. സങ്കടങ്ങളെയെല്ലാം ദൈവകരങ്ങളിലേക്ക് നൽകുക. നിന്നെ പീഡിപ്പിക്കുന്ന പ്രശ്നങ്ങളെ, നിന്നെ വേദനിപ്പിക്കുന്ന പ്രതിസന്ധികളെ, അപ്രതീക്ഷിതമായി നിന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ച എല്ലാ അനർത്ഥങ്ങളെയും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. നീ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം നന്മകളെ നൽകാൻ കർത്താവ് യോഗ്യനാണ്. അവിടുന്ന് ശക്തനാണ്. അവിടുന്ന് നിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. ഈ സങ്കീർത്തനം കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിച്ചതാണ്. അതിനാൽ നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നതിലും കൂടുതലായി അത്ഭുതങ്ങൾ ചെയ്യാൻ കർത്താവിന് സാധിക്കും. വിശ്വാസത്തോടെ, അനുതാപമുള്ള ഹൃദയത്തോടെ, കർത്താവേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ നീ കണ്ട് സകല പാപ അന്തരീക്ഷത്തിൽ നിന്നും പാപക്കറകളിൽ നിന്നും എന്നെ നീ ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ അറിഞ്ഞും അറിയാതെയും എനിക്കെതിരെയും മറ്റുള്ളവർക്കെതിരെയും ഞാൻ ചെയ്ത തെറ്റുകളെ, പാപങ്ങളെ കർത്താവേ, ഈ നിമിഷം നിന്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ സങ്കീർത്തനം നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 105. ഇസ്രായേലിനെ നയിച്ച ദൈവം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവിൻ. അവിടുത്തേക്ക് ഗാനമാലപിക്കുവിൻ. സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ. അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ. അവിടുത്തെ വിശുദ്ധനാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ. നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. അവിടുന്ന് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ഓർക്കുവിൻ. അവിടുത്തെ അത്ഭുതങ്ങളെയും ന്യായവിധികളെയും തന്നെ. അവിടുത്തെ ദാസനായ അബ്രഹാത്തിൻ്റെ സന്തതികളെ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിൻ്റെ മക്കളെ ഓർമ്മിക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്ക് മുഴുവൻ ബാധകമാകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. തൻ്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും. അബ്രഹാത്തോട് ചെയ്ത ഉടമ്പടി ഇസഹാക്കിന് ശപഥപൂർവം നൽകിയ വാഗ്ദാനം തന്നെ. അവിടുന്ന് അത് യാക്കോബിനൊരു ചട്ടമായും ഇസ്രായേലിന് ശാശ്വതമായ ഒരു ഉടമ്പടിയായും സ്ഥിരീകരിച്ചു. അവിടുന്ന് അരുളി ചെയ്തു, നിനക്ക് നിശ്ചയിച്ച ഓഹരിയായി ഞാൻ കനാൻ ദേശം നൽകും. അന്ന് അവർ എണ്ണത്തിൽ കുറഞ്ഞവരും നിസ്സാരരും അവിടെ പരദേശികളുമായിരുന്നു. അവർ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ അലഞ്ഞു നടന്നു. ആരും അവരെ പീഡിപ്പിക്കാൻ അവിടുന്ന് സമ്മതിച്ചില്ല. അവരെ പ്രതി അവിടുന്ന് രാജാക്കന്മാരെ ശാസിച്ചു.
എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകർക്ക് ഒരു ഉപദ്രവവും ചെയ്യരുത് എന്ന് അവിടുന്ന് ആജ്ഞാപിച്ചു. അവിടുന്ന് നാട്ടിൽ ക്ഷാമം വരുത്തുകയും അപ്പമാകുന്ന താങ്ങ് തകർത്ത് കളയുകയും ചെയ്തു. അപ്പോൾ അവർക്ക് മുൻപായി അവിടുന്ന് ഒരുവനെ അയച്ചു, അടിമയായി വിൽക്കപ്പെട്ട ജോസഫിനെ തന്നെ. അവൻ്റെ കാലുകൾ വിലങ്ങുകൊണ്ട് മുറിഞ്ഞു, അവൻ്റെ കഴുത്തിൽ ഇരുമ്പ് പട്ട മുറുകി. അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിൻ്റെ വചനം അവരെ പരീക്ഷിച്ചു. രാജാവ് അവനെ ആളയച്ച് വിടുവിച്ചു. ജനതകളുടെ അധിപൻ അവനെ സ്വതന്ത്രനാക്കി. തൻ്റെ ഭവനത്തിൻ്റെ നാഥനും തൻ്റെ സമ്പത്തിൻ്റെ ഭരണാധിപനുമായി അവനെ നിയമിച്ചു. തൻ്റെ പ്രഭുക്കന്മാർക്ക് ഉചിതമായ ശിക്ഷണം നൽകാനും തൻ്റെ ശ്രേഷ്ഠന്മാർക്ക് ജ്ഞാനം ഉപദേശിക്കാനും അവനെ നിയോഗിച്ചു. അപ്പോൾ ഇസ്രായേൽ ഈജിപ്തിലേക്ക് വന്നു. യാക്കോബ് ഹാമിൻ്റെ ദേശത്ത് ചെന്നു പാർത്തു. ദൈവം തൻ്റെ ജനത്തെ സന്താനപുഷ്ടിയുള്ളവരാക്കി തങ്ങളുടെ വൈരികളെക്കാൾ ശക്തരാക്കി. തൻ്റെ ജനത്തെ വെറുക്കാനും തൻ്റെ ദാസരോട് കൗശലം കാണിക്കാനും വേണ്ടി അവിടുന്ന് അവരെ പ്രേരിപ്പിച്ചു. അവിടുന്ന് തൻ്റെ ദാസനായ മോശയെയും താൻ തിരഞ്ഞെടുത്ത അഹറോനെയും അയച്ചു. അവർ അവരുടെ ഇടയിൽ അവിടുത്തെ അടയാളങ്ങളും ഹാമിൻ്റെ ദേശത്ത് അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. അവിടുന്ന് അന്ധകാരം അയച്ച് നാടിനെ ഇരുട്ടിലാക്കി. അവർ അവിടുത്തെ വചനത്തെ എതിർത്തു. അവിടുന്ന് അവരുടെ ജലമെല്ലാം രക്തമാക്കി. അവരുടെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങി. അവരുടെ നാട്ടിൽ തവളകൾ നിറഞ്ഞു. അവരുടെ രാജാക്കന്മാരുടെ മണിയറകളിൽ പോലും അവിടുന്ന് കൽപ്പിച്ചു. ഈച്ചകളും പേനും പറ്റമായി വന്ന് അവരുടെ നാട്ടിലെങ്ങും നിറഞ്ഞു. അവിടുന്ന് അവർക്ക് മഴയ്ക്കു പകരം കന്മഴ കൊടുത്തു. അവരുടെ നാട്ടിലെല്ലാം മിന്നൽ പിണർ പാഞ്ഞു. അവിടുന്ന് അവരുടെ മുന്തിരിത്തോട്ടങ്ങളും അത്തിവൃക്ഷങ്ങളും തകർത്തു. അവരുടെ നാട്ടിലെ വൃക്ഷങ്ങൾ നശിപ്പിച്ചു. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ വെട്ടുക്കിളികൾ വന്നു. സംഖ്യാതീതമായി അവ വന്നു. അവ അവരുടെ നാട്ടിലെ സകല സസ്യങ്ങളും അവരുടെ വയലിലെ സകല വിളവുകളും തിന്നൊടുക്കി. അവരുടെ നാട്ടിലെ കടിഞ്ഞൂലുകളെ, പൗരുഷത്തിൻ്റെ ആദ്യ ഫലങ്ങളെ മുഴുവൻ അവിടുന്ന് സംഹരിച്ചു. അനന്തരം അവിടുന്ന് ഇസ്രായേലിനെ സ്വർണത്തോടും വെള്ളിയോടും കൂടെ മോചിപ്പിച്ചു നയിച്ചു. അവൻ്റെ ഗോത്രങ്ങളിൽ ഒരുവനും കാലിടറിയില്ല. അവർ പുറപ്പെട്ടപ്പോൾ ഈജിപ്റ്റ് സന്തോഷിച്ചു. എന്തെന്നാൽ അവരെ പറ്റിയുള്ള ഭീതി അതിൻ്റെ മേൽ നിപതിച്ചിരുന്നു. അവിടുന്ന് അവർക്ക് തണലിനു വേണ്ടി ഒരു മേഘത്തെ വിരിച്ചു. രാത്രിയിൽ പ്രകാശം നൽകാൻ അഗ്നി ജ്വലിപ്പിച്ചു. അവർ ചോദിച്ചു, അവിടുന്ന് കാടപ്പക്ഷികളെ കൊടുത്തു. അവർക്ക് വേണ്ടി ആകാശത്തു നിന്ന് സമർത്ഥമായി അപ്പം വർഷിച്ചു. അവിടുന്ന് പാറ തുറന്നു, വെള്ളം പൊട്ടിയൊഴുകി. അത് മരുഭൂമിയിലൂടെ നദി പോലെ പ്രവഹിച്ചു. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ വിശുദ്ധ വാഗ്ദാനത്തെയും തൻ്റെ ദാസനായ അബ്രഹാത്തെയും അനുസ്മരിച്ചു. അവിടുന്ന് തൻ്റെ ജനത്തെ സന്തോഷത്തോടെ, തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഗാനാലാപത്തോടെ നയിച്ചു. അവിടുന്ന് ജനതകളുടെ ദേശങ്ങൾ അവർക്ക് നൽകി. ജനതകളുടെ അധ്വാനത്തിൻ്റെ ഫലം അവർ കൈയടക്കി. അവർ എന്നെന്നും തൻ്റെ ചട്ടങ്ങൾ ആദരിക്കാനും തൻ്റെ നിയമങ്ങൾ അനുസരിക്കാനും വേണ്ടി തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, കൃപയും നിത്യതയും നിറഞ്ഞ കർത്താവേ, അങ്ങ് ചെയ്ത അത്ഭുതങ്ങളെയെല്ലാം ഓർത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അങ്ങ് വിശ്വസ്തനായിരുന്നതുപോലെ കർത്താവേ, ഞങ്ങളോടും അവിടുന്ന് വിശ്വസ്തനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉടമ്പടികളുടെയും വാഗ്ദാനങ്ങളുടെയും ദൈവമാണ് അങ്ങ്. അങ്ങയുടെ വാഗ്ദാനം ഒരിക്കലും അങ്ങ് മറക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണയോടെ ഇവരെ നോക്കണമേ.
കർത്താവേ, ഇവരുടെ പാപക്കറകൾ മാറ്റാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരറിഞ്ഞും അറിയാതെയും അങ്ങേക്കെതിരെ തിന്മ ചെയ്തു പോയ ഓരോ പാപങ്ങളും, കുറവുകളും, തെറ്റുകളും, അകൃത്യങ്ങളും കർത്താവേ, ഈ നിമിഷം ഈശോയുടെ നാമത്തിൽ നീ അവരോട് ക്ഷമിക്കണമേ. ഈശോയുടെ തിരുരക്തത്താൽ ഇവരെ നീ വിശുദ്ധീകരിച്ച് ഇവരുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് നിന്റെ അനുഗ്രഹങ്ങൾക്കു വേണ്ടി 5 നിയോഗങ്ങൾ, ഇവർക്ക് ഏറ്റവും ആവശ്യമായ 5 നിയോഗങ്ങൾക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, കരുണ തോന്നി ഇന്ന് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്തണമേ. ഇസ്രായേലിന്റെ പരിപാലകനായ ദൈവമേ, നീ ഈജിപ്റ്റ് ദേശത്തിൽ നിന്റെ ജനങ്ങളെ മോചിപ്പിക്കുന്നതിനു വേണ്ടി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് നിന്റെ ജനത്തെ അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് ഫലഭൂയിഷ്ടിയുള്ള തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് നീ നയിച്ചതുപോലെ ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ ഇവരെ അടിമത്തത്തിലാക്കിയ പൂർവീക ശാപദോഷങ്ങൾ, ഇവരുടെ തന്നെ ചെയ്ത പ്രവൃത്തികൾ കാരണം ഇവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹനങ്ങൾ, കർത്താവേ, ഇവർ നീ ചെയ്ത അത്ഭുതങ്ങളെ പ്രതി, അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറയായിക കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച അനർത്ഥങ്ങൾ, ഇവയെല്ലാം ഇപ്പോൾ നിന്റെ സന്നിധിയിൽ ഞാൻ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സത്യത്തിൻ്റെ മാർഗത്തിൽ നിൽക്കുന്നതിനു വേണ്ടി ഈ മക്കൾക്ക് നീ കൃപ കൊടുക്കണമേ. നീ നൽകിയ അത്ഭുതങ്ങളെ അറിയുവാനും അത് നന്ദിയോടെ സ്വീകരിച്ച് എപ്പോഴും അത് നന്ദിയോടെ ഓർക്കുന്നതിനും ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങ് ചരിത്രത്തിലൂടെ അങ്ങ് ചെയ്ത മഹത്തായ പ്രവൃത്തികൾ ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. അങ്ങ് ചെങ്കടലിനെ 2 പിളർന്നു, പാറകളിൽ നിന്ന് അങ്ങ് വെള്ളം നൽകി, മരുഭൂമികളിൽ അങ്ങയുടെ ജനത്തെ അവിടുന്ന് പോറ്റി. അങ്ങയുടെ ശക്തി അതുല്യമാണ്, അങ്ങയുടെ കാരുണ്യം ശാശ്വതമാണ്. സംശയം ജീവിതത്തിൽ നിന്നും ഞങ്ങളെ പിന്നോക്കം നടക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ അങ്ങയുടെ മഹത്തായ പ്രവൃത്തികളെക്കുറിച്ച് ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. ദൈവമേ, അത്ഭുതങ്ങളുടെ കർത്താവേ, ഇന്ന് ഇവരുടെ ആഗ്രഹങ്ങളെ, ഇവർ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന 5 നിയോഗങ്ങളെ, ഇവർക്ക് ഏറ്റവും ആവശ്യമായ ഈ കാര്യങ്ങളെ നീ ഏറ്റെടുത്ത് ഇന്നൊരു വലിയ അത്ഭുതം ഈ പ്രാർത്ഥനയിലൂടെ നീ നടത്തണമേ. ഹീലിംഗ് പ്രേയേഴ്സിലൂടെ ഇന്ന് വരെ നീ അനേകരെ രക്ഷിച്ചിട്ടുണ്ട്. അനേകരുടെ ജീവിതത്തിൽ ദൈവം മാർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അനേകർക്ക് സൗഖ്യവും വിടുതലും രക്ഷയും നൽകി. അനേകർക്ക് അനുതാപത്തിന്റെ ഹൃദയം നൽകി. നീ അവരെ നിന്റെ സ്നേഹത്തിലേക്ക് ആനയിച്ചു. ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ മക്കളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും ആവശ്യമായ കാര്യങ്ങൾ നീ ചെയ്യണമേ. ഇവരെ ബന്ധനസ്ഥ അവസ്ഥയിലായിരിക്കുന്ന സകല പൈശാചിക തിന്മകളിൽ നിന്നും, ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ നിന്നും, തിക്താനുഭവങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, കടബാധ്യതകളിൽ നിന്നും, ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും, ഒന്നിലും ഉയർച്ചയില്ലാത്ത അവസ്ഥയിൽ നിന്നും, എല്ലാം തകർന്ന അവസ്ഥയിൽ നിന്നും, ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും, ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നും കർത്താവേ, ഇവരെ രക്ഷിക്കണമേ. നീ നൽകിയ അത്ഭുതങ്ങളെ, അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാത്തത് കൊണ്ട് ഇവർക്ക് ഇപ്പോൾ ആരെയും വിശ്വാസമില്ല. ദൈവമേ, ഇവരോട് മാപ്പ് കൊടുത്ത് ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നീ ഇവരുടെ ജീവിതത്തിൽ ഇടപെടണമേ. നിന്റെ അത്ഭുത പ്രവൃത്തികൾ ഇന്ന് ഇവരുടെ മേൽ നടത്തണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ ഇവരുടെ ജീവിതത്തിൽ തടസ്സമായ ദുസ്സംശയങ്ങള്, ദുർവിധി, എല്ലാ ദുഷ്ടചിന്തകള് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. ദൈവമേ, നന്മ ചെയ്യുന്നവരെ മനസ്സിലാക്കാതെ നന്മ ചെയ്യുന്നവർക്കെതിരെ പിറുപിറുക്കുന്ന ഇവരുടെ ഈ സ്വഭാവത്തിൽ നിന്ന് നീ ഇവരെ രക്ഷിക്കണമേ. ഇന്ന് നിന്റെ അത്ഭുതം കാണാൻ ഇവരുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ. കർത്താവേ, കാത്തിരിപ്പിന്റെ സമയങ്ങളിൽ പൊട്ടക്കിണറ്റിന്റെ കുഴിയിലും തടവറയിലും അങ്ങയുടെ ഉദ്ദേശത്തിൽ വിശ്വസിച്ച ജോസഫിനെ പോലെ
പൂർവാവസേപ്പിനെ പോലെ സ്ഥിരോത്സാഹത്തോടെ ഇവരെ സഹായിക്കണമേ. നിന്റെ സന്നദ്ധിയിൽ എപ്പോഴും ആശ്രയിക്കുന്നതിനും ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളിൽ എല്ലാം ഉത്തരവാദിത്തങ്ങളിൽ കൃത്യമായി ഇവർ ഇടപെട്ട് പ്രവർത്തിക്കുന്നതിനും ഇവരുടെ പരീക്ഷണ സമയങ്ങളിൽ അങ്ങയുടെ സിംഹാസനത്തിൽ നിന്നൊഴുകുന്ന ഒരു നദി പോലെ സമാധാനം ഇവരുടെ ഹൃദയങ്ങളെ നിറച്ച് ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യം പുനഃസ്ഥാപിച്ചു കൊടുക്കണമേ. കർത്താവേ, എപ്പോഴും നിന്നെ അന്വേഷിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം നിന്റെ സാന്നിധ്യത്തിൽ എപ്പോഴും ആനന്ദിക്കുവാൻ നീ ഇടയാക്കണമേ. ഞങ്ങളുടെ സാഹചര്യങ്ങളിലല്ല, നിന്റെ മാറ്റമില്ലാത്ത നന്മയിൽ ഞങ്ങൾ സന്തോഷം കണ്ടെത്താൻ ഞങ്ങൾക്ക് കൃപ തരണമേ. നീ നൽകുന്നത് എപ്പോഴും മതിയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളെ സംതൃപ്തി കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, അവിടുന്ന് നല്ലവനാണ്, അങ്ങയുടെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ ദിവസവും ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് കൃതജ്ഞത ഉയരട്ടെ. പിതാവേ, പുരാതന കാലത്തിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ വിവരിക്കപ്പെടുമ്പോൾ അവയെല്ലാറ്റിൻ്റെയും ഏറ്റവും വലിയ ദാനമായ നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ, ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൽ സകലതും നിവൃത്തിയാകുന്നു എന്ന് ഞങ്ങൾ കണ്ടു. യേശുക്രിസ്തുവിൽ നിന്റെ എല്ലാ വാഗ്ദാനങ്ങളും ഉവ്വ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങ് ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ വിമോചകനും ഞങ്ങളുടെ നിത്യപ്രത്യാശയുമാണ്. ലോകത്തിൻ്റെ വെളിച്ചമായ ഈശോയെ, അങ്ങയുടെ വെളിച്ചത്തിൽ നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ധൈര്യത്തോടെയും സ്നേഹത്തോടെയും അങ്ങയുടെ വഴി പിന്തുടരാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ മഹത്വത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമാക്കി മാറ്റണമേ. കർത്താവേ, നീ ചെയ്ത കാര്യങ്ങൾ ജനതകൾക്കിടയിൽ അറിയിക്കാൻ ഇവരെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും നീ ഉപയോഗിക്കണമേ. എല്ലാ ജനഹൃദയങ്ങളും നിന്റെ സ്നേഹത്തിലേക്ക് ഉണർന്ന് യേശുവിനെ വഴിയും സത്യവും ജീവനുമായി അറിയുന്നതിനും ഏറ്റുപറയുന്നതിനും സ്വീകരിക്കുന്നതിനും രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നതിനും ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും അനേകരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരുടെയും അവർ പ്രാർത്ഥിക്കുന്ന 5 നിയോഗങ്ങൾ സാധിച്ച് അവരുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സായി നീ വരണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ദൈവീക കൃപകൾ ഒഴുകട്ടെ. സകല അടിമത്തത്തിൻ്റെ സകല ദുഷ്ടപൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും പൂർവീക ശാപദോഷങ്ങളിൽ നിന്നും ഈ മക്കൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ദൈവമേ, മന്ദതയുടെയും അലസതയുടെയും നുണയുടെയും സംശയത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ദുരാത്മാക്കളെ ഈ മക്കളിൽ നിന്ന് ഇപ്പോൾ തന്നെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആട്ടിപ്പായിക്കുന്നു. ഇവർക്ക് വലിയ കൃപ നൽകി സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് നയിക്കപ്പെടുന്നതിന്, സത്യത്തെ മനസ്സിലാക്കാൻ, സത്യം സംസാരിക്കാൻ, സത്യം ഏറ്റുപറയാൻ, സത്യം വിശ്വസിക്കാൻ, സത്യത്തിൽ നടക്കാൻ ഈ മക്കളെ നീ ഇപ്പോൾ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. കർത്താവേ, സത്യത്തിൽ നിന്നും മാറി നിൽക്കുന്ന, നുണ പറയുന്ന, നുണ വിശ്വസിക്കുന്ന, നുണ പ്രചരിപ്പിക്കുന്ന എല്ലാ നാവുകളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ ഖണ്ഡിക്കുന്നു. യേശുവേ, നീ ഇടപെടണമേ. ഈ മക്കളുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യവും നൽകി ഇവരുടെ ജീവിതത്തിൽ ദൈവിക അനുതാപം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ അനുതാപമുള്ള ഹൃദയത്തിലേക്കാണ് ദൈവാനുഗ്രഹങ്ങൾ നദി പോലെ ഒഴുകുന്നത്. ദൈവികമായ പശ്ചാത്താപവും അനുതാപവുമാണ് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നന്മകൾ സ്വീകരിക്കാൻ ഒരു വ്യക്തിയെ ഇടയാക്കുന്നത്, ഒരു വ്യക്തിയെ യോഗ്യനാക്കുന്നത്, യോഗ്യയാക്കുന്നത്. അതിനാൽ കർത്താവേ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന, ഇത് കേൾക്കുന്ന, ഇത് പ്രാർത്ഥിക്കുന്ന കുടുംബാംഗങ്ങൾ, ഇത് അയച്ചു കൊടുക്കുന്നവരെല്ലാവരും ഇപ്പോൾ തന്നെ ദൈവിക അനുതാപത്താൽ നിറഞ്ഞ്
സത്യം മനസ്സിലാക്കാനും അത് സംസാരിക്കാനും ആ സത്യത്തിൽ വ്യാപരിക്കുന്നതിനും ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ. എന്തെന്നാൽ അനുതാപമില്ലാത്ത ഹൃദയം നുണയിൽ വസിക്കുന്നതാണ്. ദൈവമേ, അനുതാപമില്ലാത്ത ഹൃദയം നുണ പറയുന്നതിൽ, നുണ വിശ്വസിക്കുന്നതിൽ വ്യാപൃതമാണ്. അവിടെ ദൈവിക ചൈതന്യം കടന്നു വരുന്നില്ല. കർത്താവേ, ഇപ്പോൾ തന്നെ ഇവർക്ക് ദൈവിക അനുതാപം കൊടുത്ത് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ, അത്ഭുതങ്ങളെ നന്ദിയോടെ ഓർത്ത് സത്യത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്നതിന് ദൈവമേ, ഈ മക്കളെ നീ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ വശീകരണത്തിൻ്റെ ദുഷ്ടാത്മാക്കളെ യേശു നാമത്തിൽ ഞാനിപ്പോൾ ഖണ്ഡിക്കുന്നു. ഈ മക്കളുടെ ജീവിതത്തിൽ നീ സൗഖ്യവും വിടുതലും സംരക്ഷണവും നൽകി, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി, എല്ലാറ്റിലും ഉപരി അനുതാപമുള്ള ഹൃദയം നൽകി, അവനവൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി ദൈവത്തിലേക്ക് ചരിക്കുന്നതിന്, ദൈവസ്നേഹത്തിൽ വസിക്കുന്നതിന്, ദൈവത്തിലേക്ക് തിരികെ വരുന്നതിന് കർത്താവേ, എളിമയുടെയും നന്മയുടെയും അനുതാപത്തിൻ്റെയും ഹൃദയം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹൃദയത്തിൽ അനുതാപമില്ലാതിരിക്കാനുള്ള എല്ലാ ദുഷ്ടതയും ഇവരുടെ ഹൃദയത്തിൽ നിന്നും മാറ്റണമേ. ഇന്ന് നീ ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതമായി വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഇവരെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, കഠിന ഹൃദയരിലേക്ക് ഇപ്പോൾ തന്നെ നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈശോയുടെ തിരുരക്തമൊഴുക്കി അവരെ വിശുദ്ധീകരിക്കണമേ. തിന്മയുടെ ദുരാത്മാക്കളെ വിട്ടുകളയണമേ. ദൈവമേ, ഇവർ അനുതപിക്കാതിരിക്കാനായി ഇവർ കേൾക്കുന്ന എന്തൊക്കെ ദൈവവചനങ്ങളോ ദൈവ ശുശ്രൂഷകളോ, ഇവരെ അനുതാപത്തിലേക്ക് നയിക്കാത്ത എന്തൊക്കെ പ്രബോധനങ്ങളുണ്ടോ അതെല്ലാം യേശു നാമത്തിൽ ഞാൻ മാറ്റിക്കളയുന്നു. ദൈവമേ, ഇവരുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കൃപ കിട്ടണമെങ്കിൽ അവിടെ അനുതാപം വേണം, ദൈവിക അനുതാപം വേണം. അനുതാപമുള്ള ഹൃദയത്തിനാണ് ദൈവം അത്ഭുതങ്ങൾ നടത്തുന്നത്. അതിനാൽ ഇന്ന് ദൈവമേ, ഈ മക്കൾക്ക് ദൈവിക അനുതാപം നൽകി ഇവരുടെ ജീവിതത്തെ നീ സമ്പൂർണ്ണമാക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ഈ മക്കളുടെ 5 നിയോഗങ്ങളും ഏറ്റെടുത്ത് ഇവരുടെ ജീവിതത്തിൽ വലിയ കൃപ നൽകുന്നതിനെ ഓർത്ത് ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാനും, നുണയിൽ നിന്ന് അകന്ന്, ദുസ്സംശയത്തിൽ നിന്ന്, ദുർവാശിയിൽ നിന്ന്, ദുഷ്ടതയിൽ നിന്ന്, ദുസ്സംശയത്തിൽ നിന്ന് അകന്നു നിന്ന്, നുണയിൽ നിന്ന് അകന്നു നിന്ന് ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നതിനും, എല്ലാവരോടും ക്ഷമിക്കുന്നതിനും, സ്നേഹിക്കുന്നതിനും, എളിമയുള്ള ഹൃദയത്തിന് അവകാശികളാകുന്നതിനും, അനുതാപത്തോടെ ദൈവസന്നിധിയിൽ നന്ദി അർപ്പിച്ചൊരു പുതിയ ജീവിതം നയിക്കുന്നതിനും ഈ മക്കളെ നീ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന കർത്താവേ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന കേട്ട് അനുതാപത്തോടെ നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ 5 നിയോഗങ്ങൾക്ക് ഇന്ന് അത്ഭുതകരമായ ദൈവിക ഇടപെടലുണ്ടായി നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് തുണയായിരിക്കട്ടെ. നിങ്ങളുടെ കൂടെ അവിടുന്ന് നിങ്ങളെ ജീവന്റെ മാർഗത്തിലേക്ക് വഴി നടത്തട്ടെ. ദൈവത്തിലേക്ക് തിരിയുന്നതിന്, അനുതാപമുള്ള ഹൃദയത്തിന് ഉടമകളാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന പ്രബോധനങ്ങളെ, വചനപ്രഘോഷണങ്ങളെ എല്ലാം സ്വീകരിക്കുന്നതിനുള്ള സത്യാത്മാവിനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും അവിടുന്ന് നിങ്ങളെ വിജയിപ്പിക്കട്ടെ. കർത്താവിൻ്റെ മഹത്വം നൽകി നിങ്ങളെ അവിടുന്ന് ഉയർത്തട്ടെ. നിങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും സന്തോഷവും സമാധാനവും നൽകി അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, സ്ഥലങ്ങൾ, വ്യക്തികൾ ഇവരെല്ലാം ദൈവത്തിൻ്റെ സമാധാനത്താൽ, സന്തോഷത്താൽ, സ്നേഹത്താൽ എപ്പോഴും നിറയട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി ഇവരുടെ ജീവിതത്തിലെ ഇവരിപ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇവരുടെ 5 നിയോഗങ്ങൾക്കുമേൽ വലിയ അത്ഭുതകരമായ ദൈവിക ഇടപെടലുണ്ടാകുന്നതിന് അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി, ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്യുന്ന ഓരോരുത്തർക്കു വേണ്ടി നീ ഇപ്പോൾ പ്രാർത്ഥിക്കണമേ. ആമേൻ.